നമസ്കാരം. മെയ് മാസത്തിലെ അവസാനത്തെ വീക്ക് ക്യാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ആഴ്ചയിലാണ് ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് അമേരിക്കയിൽ ഒരു ബിസിനസ് ഫയൽ ഫാൾസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ന്യൂയോർക്ക് കോടതിയിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 2024 അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് കാൻഡിഡേറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് ഇത് അത്ര നല്ല കാലഘട്ടമല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എന്തായിരിക്കും അടുത്ത ഒരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന മൂവ്മെൻറ്റ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആക്ച്വലി ആ കേസ് വരുന്ന 2016 അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ കാലാവധിയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു ബിസിനസ് ഡീലിൻ്റെ ഫയലുമായി ബന്ധപ്പെട്ട് 15ഓളം ബിസിനസ് ഡീലുകളുടെ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ അദ്ദേഹം ഫാൾസിഫൈ ആയ ബിസിനസ് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കേസിന് ആധാരം. അതിൻ്റെ ഗ്രേഡ് കൂട്ടുന്നതിൻ്റെ 2 മാറ്റേഴ്സ്. ഒന്ന്, 2024 അദ്ദേഹം തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ മുന്നോട്ട് നയിക്കുന്നൊരു സമയമാണിത്. രണ്ടാമത്തേത്, അതിൽ പെട്ടിരിക്കുന്ന സ്റ്റോമി ഡാനിയൽ, അവരൊരു അഡൾട്ടറി പോൺ വീഡിയോ ക്രിയേറ്റിംഗ് ഫീൽഡിലാണ്. അപ്പോൾ ഇത്രയും കുറച്ചും കൂടി ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയത് കാരണവും 2024 എലക്ഷൻ അമേരിക്കയിൽ വരുന്നത് കാരണം ഈ ഒരു സബ്ജക്റ്റ് ഇറ്റ്സ് ബീങ് വെരി ക്രൂഷ്യലാണ്, ഹോട്ട് ടോപ്പിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് ആയിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇസ്രായേൽ ഗസയിലെ ആക്രമണം ഇപ്പോൾ ഒരു വിധത്തിൽ നിർത്തിയത് പോലെ തോന്നുന്നു. അവരുടെ എല്ലാ ഫോക്കസും റഫയിലേക്ക് വന്നിരിക്കുകയും റഫ ഒരു മനുഷ്യക്കുരുതിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതിനിടയിൽ ഇസ്രായേൽ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു ബൈലാറ്ററൽ കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സമാധാന കരാർ ഖത്തർ വഴി പലസ്തീന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലുള്ള ഡിസ്കഷനും അതിലുള്ള ന്യൂ ഡെവലപ്മെൻറ്റ്സും ഈ വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. മൂന്നാമത്തെ പോയിൻ്റായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ജനറൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റാമഫോമ നയിച്ചുകൊണ്ടിരിക്കുന്ന ANC പാർട്ടി അതിൽ 40% വോട്ട് ഷെയർ കിട്ടി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി റമസോമയും സുമയും ഫോമർ പ്രസിഡൻ്റായിരുന്ന സുമയും കൂടിയിട്ട് തന്നെയുള്ള ഒരു ഗവൺമെൻറ് ഫോർമേഷൻ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ കാണാൻ പറ്റും. പ്രോബബ്ലി അതൊരു ബ്ലാക്ക് ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ANC. അവർ തന്നെ ആയിരിക്കും സൗത്ത് ആഫ്രിക്കയിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വരാൻ തോന്നും. നാലാമത്തെ ഇന്ത്യയിൽ 7 വട്ടമായി നടന്നുകൊണ്ടിരുന്ന ലോക്സഭ ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നു. എക്സിറ്റ് പോളുകളിലെല്ലാം വളരെ പ്രഖ്യാപിതമായ ലീഡോട് കൂടിയിട്ട് NDA സഖ്യം ഭരണത്തിൽ 3ാമതും വരുമെന്നും നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയായി വരുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആക്ച്വൽ റിസൾട്ട് ജൂൺ 4 റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് അടുത്ത ആഴ്ച അതിൽ ഡിസ്കസ് ചെയ്യാം. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മൺസൂൺ കാലവർഷം വന്ന് അതിൻ്റെ മഴക്കെടുതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പല സ്ഥലങ്ങളും വെള്ളക്കെട്ടുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും മറ്റും നടക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എലക്ഷൻ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഇന്ത്യൻ പൊളിറ്റിക്സും ഇന്ത്യൻ മീഡിയകളും ഭയങ്കര കലുഷിതമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ന്യൂസ് ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലുള്ള പ്രധാനമായ ന്യൂസുകൾ. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.